ഗാസയിലെ പ്രശ്നങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കും എന്ന നിലപാടിലേക്ക് മാറിയതായി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് ഹമാസ് തീവ്രവാദ സംഘടനയ്ക്ക് പാരിതോഷികം നൽകുന്ന തരത്തിലുള്ള നടപടിയായിപ്പോയി എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ലേബർ പാർട്ടി എംപിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കീർ സ്റ്റാമർ പോകുന്നത് ഫലത്തിൽ ഹമാസ് തീവ്രവാദികളെ സഹായിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ആരോപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 250ഓളം എംപിമാരാണ്, അതിൽ കൂടുതൽ ലേബർ പാർട്ടിയിൽപ്പെട്ടവരാണ് ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ ബ്രിട്ടനിൽ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കിയത് അവരും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോകുന്നു എന്നാണ്. അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഉച്ചകോടിയിൽ തങ്ങൾ ഇക്കാര്യത്തിന് പൂർണ്ണ പിന്തുണ നൽകും എന്നാണ് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കീർ സ്റ്റാമറും ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഉന്നത തലങ്ങളിലെല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ നടപടി ഒരു കാരണവശാലും ഈ വിഷയം പരിഹരിക്കാൻ സഹായകരമാകില്ല എന്നാണ് അവർ വാദിക്കുന്നത്. മാത്രമല്ല ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് ഈ ബന്ദികളെ തിരിച്ചു കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാണ് അമേരിക്ക ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിനിടെ ഇപ്പോൾ സ്കോട്ട്ലൻഡ് സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ചർച്ച നടത്തിയിരുന്നു. ഗാസയിലെ വിഷയങ്ങളൊക്കെ തന്നെ ഇരുവരും ചർച്ച ചെയ്തിരുന്നു. ഇതിന് എത്രയും വേഗം പരിഹാരം കണ്ടെത്തണം എന്നുള്ള നിലപാടിലാണ് ബ്രിട്ടൻ ഉറച്ചു നിന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതായി പറയപ്പെടുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് എന്നാണ്. ഏതായാലും ഇത് വലിയൊരു അന്താരാഷ്ട്ര തർക്കത്തിലേക്ക് വീണ്ടും മാറുകയാണ്. ഒക്ടോബർ 7 ഇരകളുടെ കർണത്തേറ്റ അടിയാണ് ഈ ഒരു ബ്രിട്ടീഷ് നിലപാട് എന്നാണ് ചില അമേരിക്കൻ നയതന്ത്ര വിദഗ്ധന്മാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.